സുഗമോദേവി സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗിരീഷ് ആണെങ്കിൽ രജനിയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് സിദ്ധാർത്ഥനെയും പ്രഭാവതിയെയും നന്ദനെയും ദേവികയെയും തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. എന്തായാലും ചടങ്ങിന്റെ ഭാഗമായിട്ട് അവിടേക്ക് നമ്മൾ പോകേണ്ടതാണെന്നും അതുകൊണ്ട് നാളെ തന്നെ പലഹാരങ്ങളൊക്കെ ആയിട്ട് രജനിയെ കാണാനായിട്ട് പോകാമെന്നും സിദ്ധാർത്ഥനാണെങ്കിൽ ചന്ദ്രോത്ത് വീട്ടിലേക്ക് എത്തുമ്പോൾ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ പ്രഭാവതിയും പറയുകയാണ്, ശരിയാണ്, നമ്മൾ ചെയ്യേണ്ട കടമയുണ്ട്. അങ്ങനെ നന്ദനും ദേവികയും പ്രഭാവതിയും സിദ്ധാർത്ഥനും അത് രാവിലെ തന്നെ പുറപ്പെടാനായിട്ട് തീരുമാനിക്കുന്നു. ആ ഒരു തീരുമാനമൊക്കെ എടുത്തതിന് ശേഷമാണ് നന്ദൻ റൂമിലേക്ക് വരുന്നത്. അപ്പോഴാണ് ഇസബല്ലയാണെങ്കിൽ കെവിനുമായിട്ട് സംസാരിച്ച് താനും നന്ദനും ഒരു യാത്രയ്ക്ക് പോകണമെന്നും നന്ദൻ എന്നോടൊപ്പമായിരിക്കും നാളെ എന്നും അവൻ അന്വേഷിക്കേണ്ട എന്നൊക്കെ കെവിനോട് പറയുന്നത്. നന്ദനാണെങ്കിൽ റൂമിലേക്ക് വരുന്നുണ്ട്. ഇസബല്ല വിളിക്കുന്നു, നാളെ തന്നെ നീ എന്റെ കൂടെ വരണം, നമുക്കൊരു യാത്ര പോകാനുണ്ടെന്ന് പറയുമ്പോൾ നന്ദൻ ഗിരിയുടെ വീട്ടിലുള്ള ഫംഗ്ഷനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഫംഗ്ഷൻ ആണ് നിനക്ക് വലുതെങ്കിൽ ശരി, ഫോൺ വെച്ചോ, ഇനി എന്നോടായിട്ട് അടുപ്പൊന്നും വേണ്ടെന്ന് പറയുമ്പോൾ അയ്യോ ഞാൻ വരാം ഇസബല്ല, ഗിരീഷ് ഏട്ടന്റെ ഫംഗ്ഷനേക്കാൾ വലുത് ഞാൻ നിന്നോടൊപ്പം വരാമെന്ന് ഇങ്ങനെ പറയുന്നു. ദേവികയെ പേടിച്ചിട്ടാണല്ലേ ഇപ്പോ ഒഴിഞ്ഞു മാറുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, ഞാൻ വന്നോളാം എന്ന് പറയുകയാണ്. പിന്നീട് ഇസബല്ലയാണെങ്കിൽ ഇക്കാര്യം ഋഷിയെ വിളിച്ചറിയിക്കുന്നുണ്ട്. നാളെ ഞാനും അവനും ഒരു ട്രിപ്പ് പോവുകയാണ്, സർപ്രൈസ് ഉണ്ട്, വന്നിട്ട് പറയാം കാര്യങ്ങൾ എന്താണെന്ന്. എന്തായാലും നീയും നന്ദനും ഒന്നിച്ചു കണ്ടാൽ മതി, അങ്ങനെ ആവുമ്പോ ആ ദേവിക വേദനിക്കും. എന്റെ അമ്മയെ ഒരുപാട് നാണം കെടുത്തിയ കൂട്ടത്തിലാണ് ദേവിക, എല്ലാം കൊണ്ടും ചന്ദ്രോത്ത് വീട്ടുകാർ അപമാനിതരാവണം. ഇതൊക്കെ കേട്ടുകൊണ്ട് അവിടേക്ക് അരുന്ധതി വരുന്നുണ്ട്. അരുന്ധതി ഇതെല്ലാം കേൾക്കുന്നത് ഋഷിയാണെങ്കിൽ അറിയുന്നില്ല. എന്തായാലും നിങ്ങളുടെ കല്യാണവും ആ ദേവികയുടെയും നന്ദന്റെയും ഡിവോഴ്സും നടക്കണമെന്ന് ഋഷി പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ അരുന്ധതി ആണെങ്കിൽ ആകെ ഷോക്കാവുന്നു. അങ്ങനെ ഫോൺ വെച്ചതിന് ശേഷം ഋഷിയോട് അരുന്ധതി പൊട്ടിത്തെറിക്കുകയാണ്. എന്താടാ നീ ഇപ്പൊ പറഞ്ഞെന്ന് ചോദിക്കുമ്പോ അമ്മ ഇതിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മാത്രം ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളല്ല നടന്നുകൊണ്ടിരിക്കുന്നത്, എന്നെ പോലെ തന്നെ 3 പേര് ഇനിയും ഉണ്ടെന്നൊക്കെ അങ്ങനെ പറയുകയാണ്. ഇത് കേട്ട് അരുന്ധതി പറയുന്നുണ്ട്, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അതിൽ കവിഞ്ഞ് എന്തെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അറിയിക്കേണ്ടവരെ എല്ലാം ഞാൻ സത്യം അറിയിച്ചിരിക്കുമെന്ന്. അമ്മ അതില് ഇടപെടാൻ നിൽക്കേണ്ടതെന്ന് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു, ഇനി എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരുന്ധതിയെ ഭീഷണിപ്പെടുത്തണം ഋഷി. അരുന്ധതിക്കാണെങ്കിൽ ഒരിക്കലും ദേവികയെ വിട്ടുകൊടുക്കാനായിട്ട് തോന്നുന്നില്ല. കാരണം തന്റെ മോശപ്പെട്ട അവസ്ഥയിൽ അവൾ മാത്രമേ തനിക്കൊപ്പം ഉണ്ടായിരുന്നുള്ളൂ. ആ നന്ദിയും കടപ്പാടും അരുന്ധതിക്ക് ഇപ്പോഴും ദേവികയോടുണ്ട്. അങ്ങനെ ദേവികയുടെ ഫോണിലേക്കും മനഃപൂർവ്വം ഇസബല്ല വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഹലോ ദേവിക, ഒരു ന്യൂസ് ഉണ്ട് കേട്ടോ, നാളെ നിങ്ങൾ എല്ലാവരും ചേർന്ന് ഗിരീഷ് ഏട്ടന്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് നന്ദു പറഞ്ഞു. അക്കാര്യം നന്ദു എന്തിനാ നിന്നോട് പറഞ്ഞത്, അത് ഞങ്ങളുടെ കുടുംബകാര്യമല്ലേ എന്ന് ദേവിക ഇസബല്ലയോട് ചോദിക്കുമ്പോ, ഓ നിങ്ങളുടെ കുടുംബകാര്യമോ, അതിപ്പോ ഏകദേശം എന്റെയും കൂടി കുടുംബമല്ലേ എന്നൊക്കെ ഇസബല്ല തിരിച്ചടിക്കുകയാണ്. ഇത് കേൾക്കുമ്പോ ദേവിക്ക് ഒട്ടും പറ്റുന്നില്ല. ശരി, ഇപ്പൊ നീ എന്തിനാ വിളിച്ച്, ഞങ്ങള് ഗിരീഷ് ഏട്ടന്റെ വീട്ടിലേക്ക് പോകുന്നതില് നിനക്കെന്താ കാര്യം? അതെ, അതാണ് പ്രധാനപ്പെട്ട ചോദ്യം, അതുകൂടി പറഞ്ഞിട്ട് ഞാൻ ഫോൺ വെച്ചോളാം. നാളെ നന്ദു ഗിരീഷേട്ടന്റെ വീട്ടിലേക്ക് ഇല്ല കേട്ടോ, അവൻ എന്നോടൊപ്പം ഒരു ട്രിപ്പിന് വരികയാണ്. എന്ത്, നന്ദു ഇല്ലാന്നോ? അത് നീയാണോ തീരുമാനിക്കുന്നത്? നന്ദു നിന്നോടൊപ്പം വരേണ്ടത് നീ അങ്ങ് ഉറപ്പിച്ചോ? അത് പിന്നെ എന്തുറപ്പിക്കാനുള്ളത്, നന്ദൻ പറഞ്ഞല്ലോ ഗിരീഷേട്ടന്റെ വീട്ടിലേക്ക് പോകുന്നില്ല എന്നും എന്നോടൊപ്പം വരാമെന്നും. നന്ദു അങ്ങനെ പറയില്ല, ഞങ്ങളോടൊക്കെ നാളത്തെ ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്യാമെന്നാണല്ലോ അവൻ പറഞ്ഞത്. പിന്നെ ഇതിനെക്കുറിച്ച് എനിക്ക് നിന്നോട് സംസാരിക്കേണ്ട കാര്യമില്ല, ഈ ഫോൺ വെക്ക്, ഞാൻ എന്റെ ഭർത്താവിനോട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ദേവിക ഞങ്ങൾ ദേഷ്യപ്പെടുമ്പോ, ഇനി എന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നന്ദൻ നാളെ എന്നോടൊപ്പം വരും, ദേവികയെ നീ വെറുതെ നാണം കെടാൻ നിൽക്കണ്ട എന്ന് പറയുകയാണ്. ദേവികയാണെങ്കിൽ അത് കേൾക്കുമ്പോൾ വല്ലാത്ത ദേഷ്യമാണ് തോന്നുന്നത്. അവളാണെങ്കിൽ പുറത്ത് നിൽക്കുന്ന നന്ദന്റെ അടുത്തേക്ക് പോവുകയാണ്. നന്ദനാണെങ്കിൽ ഇത് എങ്ങനെ വീട്ടിൽ അവതരിപ്പിക്കുമെന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. നന്ദു എന്നിങ്ങനെ ദേഷ്യത്തോട് വിളിക്കുമ്പോൾ എന്താ ദേവി എന്ന് ചോദിക്കുന്നുണ്ട്. നാളെ നീ ഗിരീഷേട്ടന്റെ വീട്ടിലേക്ക് വരുന്നില്ലേ? ആ ഇസബലയുടെ കൂടെ പോകുന്നു കേട്ടും, അതാരും നിന്നോട് ഇപ്പൊ പറഞ്ഞ്? ഇസബല വിളിച്ചിരുന്നു, അവളെന്താ നിന്നോട് ഇത്രത്തോളം അധികാരം കാണിക്കുന്നേ? നന്ദു കളിക്കാൻ നിൽക്കണ്ട, അതിന് കഴിയുന്നുണ്ട് ഓരോ കാര്യങ്ങളും, ഞാൻ ക്ഷമിക്കുന്നെന്ന് കരുതിയിട്ട് തലയിൽ കയറി നിരങ്ങരുത്. അവളോടൊരു അകലം പാലിച്ച് നിൽക്കാനായിട്ട് നന്ദൻ ആവശ്യപ്പെട്ടു എന്നൊക്കെ പറയുമ്പോ, അതിനിപ്പോ എന്താ സംഭവിച്ച്? നാളെ അവൾക്ക് എന്തോ അർജന്റായിട്ട് ഒരു ട്രിപ്പ് പോകണം, അതിന് എന്നെ കൂട്ടു വിളിച്ചതേ ഉള്ളൂ. കൂട്ടുപോവാൻ നന്ദു അവളുടെ ആരാ? നാളെ നമ്മളുടെ കുടുംബത്തിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്നത്, അതിന് ഏറ്റവും കൂടുതൽ പങ്കെടുക്കേണ്ടത് നീയും ഞാനും ഒക്കെയാണ്. അതാണോ വലുത്, അത് ഇസബലയോടൊപ്പം ഉള്ള ട്രിപ്പാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദൻ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഗിരീഷേട്ടന്റെ വീട്ടിലേക്ക് നാളെ ഇല്ല, അത് തീരുമാനിച്ചു. പറ്റില്ല നന്ദു, പറ്റില്ല എന്നിങ്ങനെ ദേവികാണെങ്കിൽ പൊട്ടിത്തെറിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് പ്രഭാവതിയും വരുന്നുണ്ട്. പ്രഭാവതി ആണെങ്കിൽ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിക്കുന്നു. ഇസബലയ്ക്കൊപ്പം കൂട്ടിന് ഇവനൊരു ട്രിപ്പിന് പോകണമെന്നൊക്കെ ദേവിക പറയുമ്പോൾ, മോനെ അത് പിന്നെ നാളെ അമ്മയ്ക്ക് അറിയാലോ കാര്യങ്ങളൊക്കെ, എനിക്ക് നാളെ പോയേ പറ്റൂ. അങ്ങനെ ദേവികയെ ഞെട്ടിച്ചുകൊണ്ട് പ്രഭാവതിയും നന്ദനൊപ്പം നിൽക്കുകയാണ്. അതുകൂടി ആവുമ്പോൾ ദേവികയ്ക്കാണെങ്കിൽ സഹിക്കാൻ കഴിയുന്നില്ല. എന്തായാലും നന്ദൻ കൈവിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് അവൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അപ്പൊ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ.